ഡൽഹിയിലെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ OPHCRന്റെ ആഭിമുഖ്യത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ OPHCRന്റെ ആഭിമുഖ്യത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പ്രശസ്ത നടി ജ്യോതിർമയി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു രാജ്യത്തിന്റെ പുരോഗമനത്തിന്റെ അടിത്തട്ട് എന്ന് പറയുന്നത് വിദ്യാസമ്പന്നരായ ജനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ നമ്മളോട് ആരും പറഞ്ഞു തരേണ്ടതില്ല. ഞാനൊരു 5 വയസ്സുകാരൻ്റെ അമ്മയാണ്. അവന് വേണ്ടിയും അവനെ പോലുള്ള വരും തലമുറയ്ക്ക് വേണ്ടിയും നല്ലൊരു വിദ്യാഭ്യാസ സമ്പ്രദായം പടുത്തുയർത്താൻ നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. അതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ നടക്കുകയാണ്. അത് ഞാൻ ഇനോഗ്രേറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ആദ്യത്തെ ഒപ്പ് ഇവിടെ രേഖപ്പെടുത്തുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ N. മാധവൻകുട്ടി സംസാരിച്ചു. വൻ വിജയവും അതിൻ്റെ ആഹ്ലാദവുമായി മാറ്റണം എന്നുള്ള ഒരു അന്തരീക്ഷം. എന്നാൽ ഒരു മാധ്യമപ്രവർത്തകനായ എനിക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു സമരത്തിൻ്റെ വിജയാഹ്ലാദത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം ഒന്ന് എൻ്റെ അനുഭവം തന്നെ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചതിൻ്റെയും കഴിഞ്ഞ സമീപകാലത്ത് പ്രത്യേകിച്ച് RSS നിയന്ത്രിക്കുന്ന ഒരു വലതുപക്ഷ ഫാസിസ്റ്റ് സർക്കാർ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണിക്കൽ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള 2014 ശേഷമുള്ള കാലഘട്ടത്തിലെ ചെറുത്തുനിൽപ്പുകളുടെ ചരിത്രവും ആലോചിക്കുമ്പോൾ എനിക്ക് ഇത് കുട്ടികളുടെ ഒരു നേരിയ ആശ്വാസത്തിൻ്റെ നിമിഷമായിട്ടാണ് ഞാൻ കാണുന്നത്. ആശ്വാസം, അതായത് പൂർണ്ണമായ ആഹ്ലാദത്തിൻ്റെ അല്ല. കാരണം ഞാൻ മനസ്സിലാക്കിയത് ഈ കാലഘട്ടത്തിൽ മനുഷ്യനായി ജീവിക്കുക എന്നാൽ ഈ ഫാസിസം നമുക്കായി തീർത്തിട്ടുള്ള ചതിക്കുഴികളിൽ വീഴാതെ ദിവസവും അനുനിമിഷം ജീവിക്കുക എന്നാണ്. ഞാൻ ഇവിടെ നിന്ന് ബോട്ട് ജെട്ടിയിലേക്ക് പോകുമ്പോഴും എന്നെ ഇതിൻ്റെ വശത്താക്കാൻ എന്ത് ചതിക്കുഴിയാണ് തീർത്തിട്ടുള്ളത് എൻ്റെ മസ്തിഷ്കത്തിലും മനസ്സിലും ശരീരത്തിലും. ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ വിജയങ്ങളെപ്പോലും അല്പം വിഷാദത്തോടു കൂടി കാണാൻ ഫാസിസം എന്നെ നിർബന്ധിക്കും. അപ്പം ഞാൻ അതുകൊണ്ട് ഒരു ആശ്വാസത്തിൻ്റെ നിമിഷം. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.